കേരളം മറ്റൊരു ജനവിധിയുടെ വിധി ദിനത്തിലേക്ക് മെയ് 4 കണ്ണുനട്ടിരിക്കുകയാണ്. വായുവിൽ ആകാംക്ഷയുടെ കനത്ത ഗന്ധമുണ്ട്. ഭരണ തുടർച്ചയുടെ മറ്റൊരു ചരിത്രം ഇടതുപക്ഷം രചിക്കുമോ, അതോ അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് UDF മടങ്ങിയെത്തുമോ എന്ന ചോദ്യം ഓരോ കോണിലും മുഴങ്ങുന്നുണ്ട്. ഇതിനിടെയാണ് കൃത്യമായി പറഞ്ഞാൽ വോട്ടെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് തൊട്ടു മുൻപുള്ള ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ചില പ്രവചനങ്ങൾ വരുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും മനോരമയെപ്പോലുള്ളവ വലിയ ആഘോഷമാക്കി മാറ്റിയ ആ പ്രവചനം CP റാഷിദ് എന്ന പ്രവചന സിംഹത്തിൻ്റേതായിരുന്നു. UDF 91 മുതൽ 102 വരെ സീറ്റുകൾ നേടും, ഇടതുപക്ഷം 38 മുതൽ 48 വരെ സീറ്റുകളിലേക്ക് ചുരുങ്ങും എന്നതായിരുന്നു ആ പ്രഖ്യാപനം. ഒരു വശത്ത് ഈ അക്കങ്ങൾ കണ്ട് ഞെട്ടിത്തെരിച്ച് നിരാശയിലാണ്ട ഇടതുപക്ഷ സൈബറിടങ്ങൾ, മറുവശത്ത് ഈ പ്രവചനത്തിൻ്റെ ലഹരിയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോപ്പ് കൂട്ടുന്ന UDF നേതാക്കൾ. പക്ഷേ എന്താണ് ഈ പ്രവചനത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം? സ്വന്തം ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ പേര് പോലും ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്താൽ മെറ്റയുടെ അൽഗോരിതം പൂട്ടുന്ന, അത് പരിഹരിക്കാൻ പോലും കഴിയാത്ത ഒരാളാണ് സോഷ്യൽ മീഡിയ വഴി, അനാലിസിസ് വഴി കേരളത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ ട്രെൻഡും അളന്നു തിട്ടപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ അതിലെ വിരോധാഭാസം നാം ചിന്തിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ലീഗിൻ്റെ മലപ്പുറത്തെ റാലിയും കണ്ട് കേരളത്തിൻ്റെ മൊത്തം പൾസ് അളക്കുന്ന ഈ കോണിപ്പയ്യൂരിൻ്റെ അവകാശവാദങ്ങളെ നമുക്കൊന്ന് കീറി മുറിച്ച് പരിശോധിക്കാം. വെറും വാക്കുകൾ കൊണ്ടല്ല, അക്കങ്ങളുടെയും യാഥാർത്ഥ്യത്തിൻ്റെയും മൂർച്ചയേറിയ കത്തി കൊണ്ട്. ആദ്യം നമുക്ക് ആ പ്രവചനത്തെ തന്നെ ഒന്ന് വിശകലനം ചെയ്യാം. എന്താണ് CP റാഷിദ് പറഞ്ഞത്? 41.5 മുതൽ 45% വരെ വോട്ട് വിഹിതം നേടി UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അവകാശപ്പെട്ടത്. ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണത്തിലെ ധാർഷ്ട്യവും PR വർക്കുകളിലേക്കുള്ള മാറ്റവും വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന് ലഭിച്ച മുൻതൂക്കവുമാണ് ഈ വൻ വിജയത്തിന് കാരണമായി അദ്ദേഹം നിരത്തുന്നത്. ഒറ്റനോട്ടത്തിൽ കേൾക്കുമ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ കഴിഞ്ഞ 5 വർഷമായി സൃഷ്ടിച്ചെടുത്ത അതേ നരേറ്റീവ് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കപ്പെടുന്നത് എന്ന് വ്യക്തമാകും. ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് പകരം വിവാദങ്ങളെ മാത്രം മുൻനിർത്തി ഒരു ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ ആഞ്ഞു വീശി എന്നാണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം അതായിരുന്നോ? ഈ പ്രവചനത്തിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കണമെങ്കിൽ നാം പോളിംഗ് ബൂത്തുകളിലെ യഥാർത്ഥ കണക്കുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഒന്നാമത്തെ കാര്യം വോട്ടിംഗ് ശതമാനമാണ്. കേരളത്തിലാകെ പോളിംഗ് വലിയ രീതിയിൽ കൂടിയിട്ടില്ല എന്നതാണ് പരമമായ സത്യം. ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഭരണവിരുദ്ധ വികാരം അതിശക്തമായി ഗ്രൗണ്ടിലുണ്ടെങ്കിൽ, അത് വോട്ടിംഗ് ശതമാനത്തിൽ പ്രതിഫലിക്കേണ്ടതാണ്. ജനങ്ങൾ കൂട്ടത്തോടെ ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തണം. എന്നാൽ ഇത്തവണ എന്താണ് സംഭവിച്ചത്? ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കൃത്യമായ പോളിംഗ് ഡാറ്റ ഒന്ന് പരിശോധിക്കുക. 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിലെ വ്യത്യാസം നോക്കുമ്പോൾ പല സത്യങ്ങളും നമുക്ക് മനസ്സിലാകും. 73 മണ്ഡലങ്ങളിൽ വോട്ട് കൂടിയപ്പോൾ 67 മണ്ഡലങ്ങളിൽ വോട്ട് കുറയുകയാണ് ചെയ്തത്. ഈ കണക്കുകളെ അല്പം കൂടി സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് റാഷിദിൻ്റെ പ്രവചനത്തിലെ വലിയ പിഴവ് വെളിവാകുന്നത്. വോട്ട് ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ആദ്യത്തെ 10 മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. വേങ്ങര, അവിടെ 37,000 വോട്ടുകളുടെ വർധനവാണ്. മലപ്പുറം, അവിടെ 32,000. മഞ്ചേരിയിലും വണ്ടൂരിലും 31,000 വീതം. കോട്ടയ്ക്കലിൽ 29,000. വള്ളിക്കുന്നിലും തിരൂരങ്ങാടിയിലും 27,000 വീതം. തിരൂരിൽ 26,000. കൊണ്ടോട്ടിയിൽ 24,000. ഏറനാട് 22,000. ഈ 10 മണ്ഡലങ്ങളും മലപ്പുറം ജില്ലയിലാണ്. സംസ്ഥാനത്താകെ 73 മണ്ഡലങ്ങളിലായി വർദ്ധിച്ച 7.6 ലക്ഷം വോട്ടുകളിൽ 3 ലക്ഷത്തോളം വോട്ടുകളും വർദ്ധിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? CP റാഷിദ് കണ്ട UDF തരംഗം യഥാർത്ഥത്തിൽ എറണാകുളത്തിനിപ്പുറത്തേക്ക് സംഭവിച്ചിട്ടില്ല. മലപ്പുറത്തെ മുസ്ലിം ലീഗ് റാലിയിലെ ആൾക്കൂട്ടവും അവിടുത്തെ കൂടിയ പോളിംഗും കണ്ട് അതൊരു കേരളമാകെ വീശിയടിക്കുന്ന തരംഗമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഇവിടെ പ്രവചന വിദഗ്ധൻ ചെയ്തത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെയുള്ള ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഇത്തവണ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറത്ത് നടന്നിട്ടുണ്ടാകാം. അതിൻ്റെ ഫലമായി ഈ പറയുന്ന ലീഗ് സിറ്റിംഗ് സീറ്റുകളിൽ അവരുടെ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം 2021 വലിയ രീതിയിൽ വർദ്ധിച്ചേക്കാം. എന്നാൽ ഭൂരിപക്ഷം വർദ്ധിക്കുന്നത് പുതിയ സീറ്റുകൾ ലഭിക്കുന്നതിന് തുല്യമല്ലല്ലോ. ലീഗിൻ്റെ കോട്ടകളിൽ ഭൂരിപക്ഷം കൂടുമ്പോൾ UDFൻ്റെ മൊത്തം വോട്ട് വിഹിതം വർദ്ധിച്ചേക്കാം. പക്ഷേ റാഷിദ് പറയുന്ന 100 സീറ്റുകളിലേക്ക് അത് അവരെ എത്തിക്കില്ല. ഇനി മറുവശം നോക്കാം. വോട്ട് കുറഞ്ഞ 10 മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? കോന്നി, അവിടെ 18,000 വോട്ടുകൾ കുറഞ്ഞു. കുട്ടനാട് 16,000. ചെങ്ങന്നൂരും പാറശാലയും 12,000.
കോട്ടയം, മാവേലിക്കര, വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങളിൽ 11,000, കടുത്തുരുത്തി, നെയ്യാറ്റിങ്കര, അങ്കമാലി എന്നിവിടങ്ങളിൽ 10,000 വോട്ടുകളും കുറഞ്ഞു. ഇതെല്ലാം തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മണ്ഡലങ്ങളാണ്. സംസ്ഥാനത്ത് ഒരു അതിശക്തമായ ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിരുന്നെങ്കിൽ ഈ മണ്ഡലങ്ങളിൽ വോട്ട് ഇത്രമാത്രം കുറയുന്നത് എങ്ങനെയാണ്? സർക്കാരിനെ താഴെ ഇറക്കാൻ ജനങ്ങൾ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം കുതിച്ചുയരേണ്ടതല്ലേ? അവിടെയാണ് ഈ സോഷ്യൽ മീഡിയ അനാലിസിസ് ഫെയിലാകുന്നത്. ഒരു ടെലിവിഷൻ സ്റ്റുഡിയോയിലോ മനോരമയുടെ എഡിറ്റോറിയൽ ബോർഡിലോ ഇരുന്നുണ്ടാക്കുന്ന തരംഗം ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണത്. രണ്ടാമത്തെ സുപ്രധാന കാര്യം ജനങ്ങളുടെ പ്രതികരണമാണ്. ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം പരിശോധിച്ചാൽ ഭരണം മാറണമെന്നും മാറേണ്ടതില്ലെന്നും അഭിപ്രായമുള്ളവർ കൃത്യം 50-50 ആയിരുന്നു എന്നതാണ് സത്യം. എന്നാൽ ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത, ഭരണം മാറണമെന്ന് ആവശ്യപ്പെട്ടവരോട് എന്തിനു വേണ്ടി മാറണമെന്ന് ചോദിച്ചാൽ കൃത്യമായോ യുക്തിസഹമായോ ഉള്ള ഒരു കാരണം പറയാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. മാധ്യമങ്ങൾ ഉണ്ടാക്കി വച്ച ചില പുകമറകൾക്കപ്പുറം സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെയോ ക്ഷേമ പദ്ധതികളെയോ കുറ്റപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതിലും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഭരണം മാറണമെന്ന് അഭിപ്രായപ്പെട്ടവരിൽ 20% പേർക്കും തങ്ങളുടെ മണ്ഡലത്തിലെ നിലവിലെ ഭരണകക്ഷി MLA മാറണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നതാണ്. MLA അവിടെ തന്നെ തുടരണം, എന്നാൽ സർക്കാർ മാറണം എന്ന വിചിത്രമായ ഒരു മനോനില. സ്വന്തം MLAയുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തരായ ജനങ്ങൾ എങ്ങനെയാണ് ആ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുക? ഈ ലോജിക്ക് റാഷിദിൻ്റെ പ്രവചനങ്ങളിൽ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? റാഷിദിൻ്റെ ഈ പ്രവചനത്തെ ഇത്രമാത്രം ആഘോഷിക്കുന്ന UDF ക്യാമ്പുകൾ ഒരു കാര്യം സൗകര്യപൂർവ്വം മറക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവചനങ്ങൾ പലതും വൻ പരാജയങ്ങളായിരുന്നു എന്നത്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വിജയിക്കുമെന്നായിരുന്നു ഇതേ ആളുടെ പ്രവചനം. റിസൾട്ട് വന്നപ്പോൾ അവിടെ LDF സ്ഥാനാർത്ഥിയാണ് വെന്നിക്കൊടി പാറിച്ചത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമെന്നും ഭൂപീന്ദർ സിംഗ് ഹുഡ മുഖ്യമന്ത്രിയാകുമെന്നും ഇയാൾ ഫേസ്ബുക്കിൽ പ്രഖ്യാപിച്ചിരുന്നു. അവിടെയും BJP ഭരണം നിലനിർത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും കോൺഗ്രസ് 60 സീറ്റുകളിൽ ഒതുങ്ങുമെന്നുമായിരുന്നു മറ്റൊരു വലിയ പ്രവചനം. ഇന്ത്യയിലെ വോട്ടർമാർ ആ പ്രവചനത്തെയും ചവറ്റുകുട്ടയിലെറിഞ്ഞു. ഇനി ഈ പ്രവചന സിംഹത്തെ ന്യായീകരിക്കാൻ വലതുപക്ഷ കേന്ദ്രങ്ങൾ നിരന്തരം ഉയർത്തിക്കാട്ടുന്ന ഒരു തുറുപ്പ് ചീട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടർഭരണം ഇദ്ദേഹം കൃത്യമായി പ്രവചിച്ചില്ലേ എന്ന ചോദ്യം. ഒറ്റനോട്ടത്തിൽ അതൊരു വലിയ സംഭവമായി തോന്നാം. പക്ഷേ അവിടെയാണ് ഇതിലെ ഏറ്റവും വലിയ തട്ടിപ്പ് ഒളിഞ്ഞിരിക്കുന്നത്. ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ ആർക്കും മനസ്സിലാകുന്ന ഒരു നഗ്ന സത്യമുണ്ട്. 2021 റാഷിദ് തൻ്റെ മാന്ത്രിക പ്രവചനം ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് എപ്പോഴാണെന്നറിയാമോ? വോട്ടെടുപ്പ് കഴിഞ്ഞ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള സകലമാന പ്രമുഖ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തുവന്ന് കേരളത്തിൽ LDF തുടർഭരണം ഉറപ്പാണെന്ന് സകല മാധ്യമങ്ങളും വായുവിൽ എഴുതി വച്ചതിന് ശേഷം, അതായത് പരീക്ഷ കഴിഞ്ഞ് ഉത്തരസൂചികയും പുറത്തു വന്നതിന് ശേഷം സ്വന്തം ഉത്തരങ്ങൾ 100% ശരിയാണെന്ന് പ്രഖ്യാപിക്കുന്ന അതേ തൊലിക്കെട്ടി. എക്സിറ്റ് പോളുകൾ നൽകിയ വ്യക്തമായ സൂചനകളെയും ട്രെൻഡുകളെയും സമർത്ഥമായി കോപ്പിയടിച്ച് തൻ്റേതായ ചില നമ്പറുകൾ അതിലേക്ക് കൂട്ടിച്ചേർത്ത് ഒരു ഗ്രാഫായി അവതരിപ്പിക്കാൻ വലിയ സോഷ്യൽ മീഡിയ അനാലിസിസോ തലച്ചോറോ ഒന്നും ആവശ്യമില്ലല്ലോ. കോപ്പി അടിച്ച് ജയിച്ച പഴയ സർട്ടിഫിക്കറ്റും പൊക്കിപ്പിടിച്ചാണ് യാതൊരു ഗ്രൗണ്ട് റിയാലിറ്റിയുമില്ലാത്ത ഈ പുതിയ പ്രവചനത്തെ UDF നേതാക്കളും വലതുപക്ഷ മാധ്യമങ്ങളും ചേർന്ന് ഇപ്പോൾ ജനങ്ങളുടെ നെഞ്ചത്തേക്ക് കെട്ടിയേൽപ്പിക്കാൻ നോക്കുന്നത് എന്നതുകൂടി സാമാന്യ ബുദ്ധിയുള്ള മലയാളി തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിലെ ജനങ്ങളെ ഇത്തരം നമ്പറുകൾ കാണിച്ച് ഭയപ്പെടുത്താമെന്ന് വലതുപക്ഷ മാധ്യമങ്ങളും അവരുടെ സ്പോൺസേഡ് നിരീക്ഷകരും കരുതേണ്ടതില്ല. പരിമിതമായ ഡാറ്റകൾ വെച്ചുകൊണ്ട് വമ്പൻ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ചെറിയ ധൈര്യം പോരാ. ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന് വരുത്തി തീർക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന മാധ്യമ സിൻഡിക്കേറ്റുകൾക്ക് റാഷിദിൻ്റെ വാക്കുകൾ ഒരു പിടിവള്ളിയായിരിക്കാം. താൽക്കാലികമായി ഒരു മനഃശാസ്ത്രപരമായ മുൻതൂക്കം നേടാൻ ഈ പ്രവചനം UDFനെ സഹായിച്ചേക്കാം. അതുകണ്ട് കുറച്ചുപേർ സങ്കടപ്പെട്ടേക്കാം. കുറച്ചുപേർ മുഖ്യമന്ത്രിയുടെ സ്യൂട്ട് തയ്പ്പിക്കാൻ കൊടുത്തേക്കാം. എന്നാൽ രാഷ്ട്രീയം എന്നത് വെറുമൊരു സോഷ്യൽ മീഡിയ ഗിമ്മിക്കല്ല. അത് മനുഷ്യൻ്റെ ജീവിതവുമായി അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മെയ് 4 വരും. അന്ന് ബാലറ്റ് പെട്ടികൾ തുറക്കും. ഈ പ്രവചനങ്ങളെല്ലാം അന്ന് അവിടെ തന്നെ കാണണം.